ഇടുക്കി മെഡിക്കൽ കോളേജിലെ റോഡുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ച് ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. 16.5 കോടി രൂപയുടെ നിർമ്മാണത്തിനായി നടപടിയായെങ്കിലും ചില നിയമപ്രശ്നങ്ങൾ നേരിട്ടതിനാൽ താമസമുണ്ടായതായി ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കുമെന്നും തുടർന്ന് മെഡിക്കൽ കോളേജ് അങ്കണത്തിലെ എല്ലാ റോഡുകളും പൂർത്തിയാക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിലെ റോഡുകളുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. 16.5 കോടി രൂപയുടെ നിർമ്മാണത്തിനായി നടപടിയായെങ്കിലും ചില നിയമപ്രശ്നങ്ങൾ നേരിട്ടതിനാൽ താമസമുണ്ടായി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് പരിഹരിക്കുമെന്നും തുടർന്ന് മെഡിക്കൽ കോളേജ് അങ്കണത്തിലെ എല്ലാ റോഡുകളും പൂർത്തീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ അടിയന്തരമായി ചെയ്യേണ്ട ഇതര കാര്യങ്ങളിൽ വന്ന തടസ്സങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി പ്രശ്ന പരിഹാരം കണ്ടെത്തുന്നതിന് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഞാനും കൂടെ പങ്കെടുത്ത മീറ്റിംഗിൽ വെച്ചാണ് DME നേരിട്ട് ഇടുക്കി മെഡിക്കൽ കോളേജിലെത്തി ഇക്കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തി. ആ മീറ്റിംഗിൽ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലും സൂപ്രണ്ടും പങ്കെടുത്തിരുന്നു. അതിന്റെ ഭാഗമായി DME നാളെ രാവിലെ മെഡിക്കൽ കോളേജിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം ഇവിടുത്തെ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു. അവരുടെ ചില ബുദ്ധിമുട്ടുകൾ അറിയിച്ചു. ഓരോ ഘട്ടത്തിലും ഓരോ വിഷയങ്ങളും ഇടപെടുകയും പരിഹരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മെഡിക്കൽ കോളേജിലെ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നേരിട്ട് പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട്. പ്രധാന വിഷയങ്ങൾക്ക് ഉടൻ പരിഹാരമാകും. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ സൂചിപ്പിച്ച പ്രധാന വിഷയമായ ഓപ്പറേഷൻ തിയേറ്റർ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടിയും ഉടൻ ഉണ്ടാകുമെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.